ഓം ശാന്തി 6/2/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, പഴയ ലോകത്തിലെ മുള്ളുകളെ പുതിയ ലോകത്തിലെ പുഷ്പങ്ങളാക്കി മാറ്റുക. ഇത് നിങ്ങൾ സമർത്ഥരായ പൂന്തോട്ടക്കാരുടെ ജോലിയാണ്. ചോദ്യം: സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ ഏത് ശ്രേഷ്ഠ ഭാഗ്യമാണ് ഉണ്ടാക്കുന്നത്? ഉത്തരം: മുള്ളിൽ നിന്നും സുഗന്ധമുള്ള പുഷ്പമായി മാറുക. ഇതാണ് സർവശ്രേഷ്ഠ ഭാഗ്യം. അഥവാ ഏതെങ്കിലും ഒരു വികാരം ഉണ്ടെങ്കിൽ പോലും മുള്ളാണ്. എപ്പോൾ മുള്ളിൽ നിന്ന് പുഷ്പമാകുന്നുവോ അപ്പോഴേ സത്തോ പ്രധാനമായ ദേവീ ദേവത ആകൂ. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ 21 തലമുറയ്ക്കായി തന്റെ സൂര്യവംശി ഭാഗ്യം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. ഗീതം ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. ഗീതം കുട്ടികൾ കേട്ടുവല്ലോ. ഇത് സാധാരണ ഗീതമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് തോട്ടം സംരക്ഷിക്കുന്നവർ. ബാബയാണ് തോട്ടത്തിന്റെ ഉടമസ്ഥൻ. ഇപ്പോൾ പൂന്തോട്ടക്കാർ മുള്ളിനെ പുഷ്പമാക്കി മാറ്റണം. ഈ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഭക്തർ ഭഗവാന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവരെല്ലാവരും ഭക്തരല്ലേ? ഇപ്പോൾ ജ്ഞാനത്തിന്റെ പഠിപ്പ് പഠിക്കാൻ ബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ രാജയോഗത്തിന്റെ പഠിപ്പിലൂടെയാണ് നിങ്ങൾ ലോകത്തിന്റെ അധികാരിയായി മാറുന്നത്. അതിനാൽ ഭക്തർ പറയുകയാണ്, ഞങ്ങൾ ഭാഗ്യം ഉണർത്താൻ വന്നിരിക്കുകയാണ്. പുതിയ ലോകത്തെ മനസ്സിൽ അലങ്കരിച്ച് വന്നിരിക്കുകയാണ്. ദിവസവും ബാബയും പറയുന്നുണ്ട്, അതായത് മധുരമായ വീടിനെയും മധുരമായ രാജധാനിയെയും ഓർമ്മിക്കൂ. ആത്മാവിനെ ഓർമ്മിക്കണം. ഓരോ സെന്ററിലും മുള്ളുകളിൽ നിന്ന് പുഷ്പമായി മാറുകയാണ്. പുഷ്പങ്ങളിലും നമ്പർ വൈസ് ആയിരിക്കുമല്ലോ. ശിവന് പുഷ്പം അർപ്പിക്കാറുണ്ട്. ഓരോരുത്തരും ഏതെല്ലാം വിധത്തിലുള്ള പുഷ്പങ്ങളാണ് അർപ്പിക്കുന്നത്? പനിനീർ പുഷ്പവും എരിക്കിൻ പൂവും തമ്മിൽ രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. ഇതും പൂന്തോട്ടമാണ്. ചിലർ മുല്ലപ്പൂവാണ്, ചിലർ ചെമ്പകമാണ്, ചിലർ സാധാരണ പൂക്കളാണ്, എന്നാൽ ചിലർ എരിക്കിൻ പൂവാണ്. കുട്ടികൾക്കറിയാം, ഈ സമയത്ത് എല്ലാവരും മുള്ളുകളാണ്. ഈ ലോകം തന്നെ മുള്ളുകളുടെ കാടാണ്. ഇതിനെ പുതിയ ലോകത്തിലെ പൂവാക്കി മാറ്റണം. ഈ പഴയ ലോകത്തിൽ മുള്ളുകളാണുള്ളത്. അതിനാൽ ഗീതത്തിലും പറയുന്നു, ഞങ്ങൾ പഴയ ലോകത്തിലെ മുള്ളിൽ നിന്നും പുതിയ ലോകത്തിലെ പുഷ്പമായി മാറാനാണ് ബാബയുടെ അടുത്തേക്ക് വന്നത്. ബാബ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. മുള്ളിൽ നിന്ന് പൂവ് അഥവാ ദേവീ ദേവത ആകണം. ഗീതത്തിന്റെ അർത്ഥം എത്ര സഹജമാണ്. നമ്മൾ വന്നിരിക്കുന്നത് പുതിയ ലോകത്തിനായി ഭാഗ്യം ഉണർത്താനാണ്. പുതിയ ലോകമാണ് സത്യയുഗം. ചിലരുടേത് സതോ പ്രധാനമായ ഭാഗ്യമാണ്. ചിലരുടേത് രജോയും ചിലരുടേത് തമോയുമാണ്. ചിലർ സൂര്യവംശി രാജാവായി മാറും, ചിലർ പ്രജയും, ചിലരാണെങ്കിലോ പ്രജയുടെയും സേവകരാകും. ഇവിടെ പുതിയ ലോകത്തിലെ രാജധാനി സ്ഥാപിതമാവുകയാണ്. സ്കൂളിൽ ഭാഗ്യമുണ്ടാക്കാനല്ലേ പോകുന്നത്? ഇവിടെയുള്ളത് പുതിയ ലോകത്തിന്റെ കാര്യമാണ്. ഈ പഴയ ലോകത്തിൽ എന്ത് ഭാഗ്യം ഉണ്ടാക്കാനാണ്? നിങ്ങൾ ഭാവിയിലെ പുതിയ ലോകത്തിൽ ദേവീ ദേവത ആകുന്നതിനുള്ള ഭാഗ്യം ഉണ്ടാക്കുകയാണ്. ഈ ദേവതകളെ എല്ലാവരും നമസ്കരിച്ചു വരുന്നു. നമ്മൾ തന്നെ ആയിരുന്നു പൂജ്യരായ ദേവതകൾ. പിന്നീട് നമ്മൾ തന്നെ പൂജാരിയായി മാറി. 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്ത് ബാബയിൽ നിന്ന് ലഭിക്കുന്നു. ഇതിനെയാണ്
21 തലമുറ എന്ന് പറയുന്നത്. തലമുറ എന്ന് വൃദ്ധാവസ്ഥ വരെ ഉള്ളതിനാണ് പറയുന്നത്. ബാബ 21 തലമുറയ്ക്കുള്ള സമ്പത്താണ് നൽകുന്നത്. എന്തുകൊണ്ടെന്നാൽ യൗവനാവസ്ഥയിലോ കുട്ടിയായിരിക്കുമ്പോഴോ ഇടയിൽ വെച്ച് അകാല മൃത്യു ഉണ്ടാകില്ല. അതിനാലാണ് അതിനെ അമരലോകം എന്ന് പറയുന്നത്. ഇത് മൃത്യുലോകമാണ്, രാവണ രാജ്യമാണ്. ഇവിടെ എല്ലാവരിലും വികാരങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്. ആരിലെങ്കിലും ഒരു വികാരമുണ്ടായാൽ മതി, അവർ മുള്ളാണ്. ബാബ മനസ്സിലാക്കും, തോട്ടക്കാരന് രാജകീയമായ സുഗന്ധമുള്ള പുഷ്പങ്ങൾ ഉണ്ടാക്കാൻ അറിയില്ല. തോട്ടക്കാരൻ സമർത്ഥനാണെങ്കിൽ നല്ല നല്ല പുഷ്പങ്ങൾ തയ്യാറാക്കും. വിജയമാലയിൽ കോർക്കപ്പെടുന്ന തരത്തിലുള്ള പുഷ്പങ്ങൾ വേണം. ദേവതകൾക്കായി നല്ല നല്ല പുഷ്പങ്ങൾ കൊണ്ടുപോകാറില്ലേ? എലിസബത്ത് രാജ്ഞി വരികയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല പൂക്കൾ കൊണ്ട് മാലയുണ്ടാക്കി കൊണ്ടുപോകും. ഇവിടെയുള്ള മനുഷ്യർ തമോ പ്രധാനമാണ്. ശിവക്ഷേത്രത്തിലേക്കും പോകുന്നു. ഇത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ബ്രഹ്മ, വിഷ്ണു, ശങ്കരരെ ദേവത എന്നാണ് പറയുക. ശിവനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. എങ്കിൽ ശിവൻ ഉയർന്നതിലും ഉയർന്നതായില്ലേ? ഇപ്പോൾ ശിവനെക്കുറിച്ച് ഉമ്മത്തൻകായ് കഴിക്കുമായിരുന്നു, ലഹരി പാനീയങ്ങൾ കുടിച്ചിരുന്നു എന്നെല്ലാം പറയുന്നു. എത്ര ഗ്ലാനി ചെയ്യുന്നു. എരിക്കിൻ പൂവാണ് കൊണ്ടുപോകുന്നതും. ഇപ്പോൾ ഇങ്ങനെയുള്ള പരമപിത പരമാത്മാവിന്റെ പക്കലേക്ക് എന്താണ് കൊണ്ടുവരുന്നത്? തമോ പ്രധാനമായ മുള്ളുകളുടെ മുന്നിലേക്ക് ഒന്നാന്തരം പുഷ്പങ്ങൾ കൊണ്ടുപോകുന്നു. എന്നാൽ ശിവക്ഷേത്രത്തിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത്? പാലും എങ്ങനെയാണ് അർപ്പിക്കുന്നത്? 5% പാലും 95% വെള്ളവുമാണ്. ഭഗവാന് പാല് എങ്ങനെ സമർപ്പിക്കണം ഒന്നും അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നന്നായി അറിയാം, നിങ്ങളും നമ്പർ വൈസാണ്. ആർക്കാണോ നന്നായി അറിയുന്നത് അവരെ സെന്ററിൽ ഹെഡാക്കും. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. തീർച്ചയായും പഠിപ്പ് ഒന്നേ ഉള്ളൂ. മനുഷ്യനിൽ നിന്ന് ദേവതയാവുക എന്ന ലക്ഷ്യവും ഒന്നാണ്. പക്ഷെ ടീച്ചേഴ്സ് നമ്പർ വൈസ് അല്ലേ? വിജയമാലയിൽ വരുന്നതിനുള്ള മുഖ്യ ആധാരം പഠിപ്പാണ്. പഠിപ്പ് ഒന്നേ ഉണ്ടാകുള്ളൂ. പക്ഷെ അതിൽ പാസ്സാകുന്നത് നമ്പർ വൈസ് ആയിയാണ്. എല്ലാം പഠിപ്പിന്റെ ആധാരത്തിലാണ്. ചിലർ വിജയമാലയിലെ 8 മണികളിൽ വരും, ചിലർ 108-ൽ, ചിലർ 16,108-ലായിരിക്കും. വംശങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ. എങ്ങനെയാണോ വൃക്ഷത്തിന്റെ ശാഖകൾ ഉണ്ടാകുന്നത്, ആദ്യം ഒരില, പിന്നീട് 2, അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതും വൃക്ഷമാണ്. അതിൽ ശാഖകൾ ഉണ്ടാകും. കൃപലാനി മുതലായ ജാതി ഉള്ളതുപോലെ. പക്ഷെ അതെല്ലാം പരിധിയുള്ള ജാതികളാണ്. ഇത് പരിധിയില്ലാത്ത ജാതിയാണ്. ഇതിലാദ്യം ആരാണ്? പ്രജാപിത ബ്രഹ്മാവ്. അവരെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ആർക്കും അറിയില്ല. മനുഷ്യന് ആർക്കും അല്പം പോലും അറിയില്ല ഈ സൃഷ്ടിയുടെ രചയിതാവ് ആരാണെന്ന്. തീർത്തും അഹില്യയെ പോലെ കല്ലുബുദ്ധികളാണ്. എപ്പോൾ ഇങ്ങനെയാകുന്നുവോ അപ്പോഴാണ് ബാബ വരുന്നത്. നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് അഹല്യയുടെ ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയായി മാറാനാണ്. അതിനാൽ ജ്ഞാനവും ധാരണ ചെയ്യണ്ടേ? ബാബയെ തിരിച്ചറിയണം. എന്നിട്ട് പഠിപ്പിനെക്കുറിച്ച് ചിന്തിക്കണം. ഇന്ന് വന്നു, നാളെ ശരീരം വിട്ടു എന്ന് കരുതൂ. എന്ത് പദവി നേടാൻ സാധിക്കും? ജ്ഞാനം ഒന്നും നേടിയില്ല, ഒന്നും പഠിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് പദവി നേടും? ദിനം പ്രതി വൈകി ശരീരം വിടുന്നവർക്ക് സമയം കുറച്ചു ലഭിക്കും. എന്തെന്നാൽ സമയം കുറഞ്ഞു വരികയല്ലേ. അതിൽ ജന്മമെടുത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളിൽ ആരാണോ പോകുന്നത്
അവർ നല്ല വീട്ടിൽ ജന്മമെടുക്കും. സംസ്കാരം കൊണ്ടുപോകുന്നതിനാൽ ആ ആത്മാവ് പെട്ടെന്ന് തിരിച്ചറിയും. പിന്നീട് ശിവബാബയെ ഓർമ്മിക്കാൻ തുടങ്ങും. സംസ്കാരമില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഇതിൽ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കണം. പൂന്തോട്ടക്കാരൻ വളരെ നല്ല നല്ല പുഷ്പങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ മഹിമ ഉണ്ടാകും. പുഷ്പങ്ങൾ ഉണ്ടാക്കുക എന്നത് തോട്ടക്കാരന്റെ ജോലിയല്ലേ? ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ബാബയെ ഓർമ്മിക്കാനേ അറിയില്ല. ഭാഗ്യത്തിന്റെ ആധാരത്തിലല്ലേ? ഭാഗ്യത്തിലില്ലെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലാക്കുകയില്ല. ഭാഗ്യശാലികളായ കുട്ടികൾ ബാബയെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി പൂർണമായും ഓർമ്മിക്കും. ബാബയോടൊപ്പം പുതിയ ലോകത്തെയും ഓർമ്മിക്കും. ഗീതത്തിലും പറയുന്നുണ്ടല്ലോ, നമ്മൾ പുതിയ ലോകത്തിനായി പുതിയ ഭാഗ്യം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. 21 ജന്മങ്ങളിലേക്ക് ബാബയിൽ നിന്ന് രാജ്യഭാഗ്യം എടുക്കണം. ഈ ലഹരിയിലും സന്തോഷത്തിലും ഇരുന്നാൽ ഇങ്ങനെയുള്ള ഗീതങ്ങളുടെ അർത്ഥം സൂചനകളിലൂടെ മനസ്സിലാകും. സ്കൂളിലും ആരുടെയെങ്കിലും ഭാഗ്യത്തിലില്ലെങ്കിൽ അവർ തോറ്റുപോകും. ഇതാണെങ്കിൽ വളരെ വലിയ പരീക്ഷയാണ്. സ്വയം ഭഗവാൻ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ഈ ജ്ഞാനം എല്ലാ ധർമ്മത്തിലും ഉള്ളവർക്കാണ്. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾക്കറിയാം, ഒരു ദേഹധാരിയായ മനുഷ്യനെയും ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരന്മാരെയും ഭഗവാൻ എന്ന് വിളിക്കില്ല. അവരും സൂക്ഷ്മവതനവാസി ദേവതകളാണ്. ഇവിടെയുള്ളത് മനുഷ്യരാണ്. ഇവിടെ ദേവതകൾ ഇല്ല. ഇത് മനുഷ്യലോകമാണ്. ഈ ലക്ഷ്മി നാരായണന്മാർ ദൈവിക ഗുണങ്ങൾ നിറഞ്ഞ മനുഷ്യരാണ്. ഇതിനെയാണ് ദൈവിക കുലം എന്ന് പറയുന്നത്. സത്യയുഗത്തിൽ എല്ലാവരും ദേവീ ദേവതകളാണ്. സൂക്ഷ്മവതനത്തിൽ ബ്രഹ്മ, വിഷ്ണു, ശങ്കരന്മാരാണ്. ബ്രഹ്മ ദേവതായ നമഃ, വിഷ്ണു ദേവതായ നമഃ എന്ന് പാടുന്നുണ്ട്. പിന്നീട് പറയും ശിവ പരമാത്മായ നമഃ. ശിവനെ ദേവത എന്ന് പറയില്ല. മറ്റു മനുഷ്യരെയും ഭഗവാൻ എന്ന് വിളിക്കില്ല. 3 നിലകളുണ്ടല്ലോ. നമ്മൾ 3ാമത്തെ നിലയിലാണ്. സത്യയുഗത്തിലെ ദൈവിക ഗുണങ്ങൾ നിറഞ്ഞ മനുഷ്യരാണ് ആസുരീയ അവഗുണങ്ങൾ നിറഞ്ഞവരായി മാറുന്നത്. മായയുടെ ഗ്രഹണം ഏൽക്കുന്നതിനാൽ കറുത്തുപോകുന്നു. ചന്ദ്രനും ഗ്രഹണം ഏൽക്കാറുണ്ടല്ലോ. അത് പരിധിയുള്ള കാര്യമാണ്. എന്നാൽ ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. പരിധിയില്ലാത്ത പകലും പരിധിയില്ലാത്ത രാത്രിയും. ബ്രഹ്മാവിന്റെ രാത്രിയും പകലും എന്ന് പാടാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ബാബയിൽ നിന്ന് മാത്രം പഠിക്കണം. ബാക്കിയെല്ലാം മറക്കണം. ബാബയിലൂടെ പഠിച്ച് നിങ്ങൾ പുതിയ ലോകത്തിന്റെ അധികാരി ആവുന്നു. ഇത് സത്യമായ ഗീതാ പാഠശാലയാണ്. സദാ പാഠശാലയിൽ ഇരിക്കുകയില്ല. മനുഷ്യർ കരുതുന്നത് ഭക്തിമാർഗം ഭഗവാനെ കണ്ടുമുട്ടാനുള്ള വഴിയാണെന്നാണ്. കൂടുതൽ ഭക്തി ചെയ്യുമ്പോൾ ഭഗവാൻ പ്രീതിപ്പെടും. പിന്നീട് വന്ന് ഫലം നൽകും. ഈ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഭഗവാൻ ഒന്നേയുള്ളൂ. ആ ഭഗവാൻ ഇപ്പോൾ ഫലം നൽകുകയാണ്. ആരാണോ ആദ്യമാദ്യം വരുന്ന പൂജ്യരായ സൂര്യവംശികൾ, അവരാണ് ഏറ്റവുമധികം ഭക്തി ചെയ്തിരുന്നത്. അവരാണ് ഇവിടെ വരിക. നിങ്ങളാണ് ആദ്യമാദ്യം ശിവബാബയുടെ അവ്യഭിചാരി ഭക്തി ചെയ്തത്. എങ്കിൽ തീർച്ചയായും നിങ്ങളല്ലേ ആദ്യത്തെ ഭക്തർ. പിന്നീട് വീണ് വീണ് തമോ പ്രധാനമായി മാറുന്നു. പകുതി കൽപ്പം നിങ്ങൾ ഭക്തി ചെയ്തു. അതിനാൽ നിങ്ങൾക്ക് തന്നെയാണ് ആദ്യം ജ്ഞാനം നൽകുന്നത്. നിങ്ങളും നമ്പർ വൈസാണ്. ഞങ്ങൾ ദൂരെയാണിരിക്കുന്നത്, അതിനാൽ ദിവസവും പഠിക്കാൻ പറ്റില്ല എന്ന ഒഴിവുകഴിവ് ഈ പഠിപ്പിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ചിലർ പറയും, ഞങ്ങൾ
10 മൈൽ ദൂരെയാണ് താമസിക്കുന്നത്. അല്ല, നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ 10 മൈൽ കാൽനടയായി വന്നാലും ഒരിക്കലും ക്ഷീണിക്കില്ല. എത്ര വലിയ ഖജനാവ് നേടാനാണ് പോകുന്നത്. തീർത്ഥയാത്രകളിൽ ദർശനം നടത്താൻ മനുഷ്യർ കാൽനടയായി പോകുന്നു. എത്ര ക്ഷീണിക്കുന്നു. ഇതാണെങ്കിൽ ഒരേ പട്ടണത്തിലെ കാര്യമാണ്. ബാബ പറയുന്നു, ഞാൻ എത്ര ദൂരത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ പറയുന്നു വീട് 5 മൈൽ ദൂരെയാണെന്ന്. ആഹാ, ഖജനാവ് നേടാൻ ഓടി വരികയാണ് വേണ്ടത്. അമർനാഥിൽ ദർശനം നടത്താൻ വേണ്ടി മാത്രം എവിടെ നിന്നെല്ലാമാണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ അമരനാഥനായ ബാബ സ്വയം പഠിപ്പിക്കാനായി വന്നിരിക്കുന്നു. നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കാൻ വന്നതാണ്. നിങ്ങളാണെങ്കിൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അതിരാവിലെ അമൃതവേളയിൽ ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ്. ആ സമയത്ത് ഒരു പേടിയുമില്ല. നിങ്ങളെ ആരും കൊള്ളയടിക്കുകയുമില്ല. അഥവാ എന്തെങ്കിലും ആഭരണം മുതലായവയുണ്ടെങ്കിൽ മോഷ്ടിക്കും. കള്ളന്മാർക്ക് പണവും സാധനങ്ങളും മാത്രം മതി. പക്ഷേ ആരുടെയാണോ ഭാഗ്യത്തിലില്ലാത്തത് അവർ വളരെയധികം ഒഴിവ് കഴിവുകൾ പറയും. പഠിക്കുന്നില്ലെങ്കിൽ തന്റെ പദവി നഷ്ടപ്പെടുത്തും. ബാബ വരുന്നതും ഭാരതത്തിലാണ്. ഭാരതത്തെ തന്നെയാണ് സ്വർഗമാക്കി മാറ്റുന്നത്. സെക്കൻഡിൽ ജീവൻ മുക്തിക്കുള്ള വഴി പറഞ്ഞു തരുന്നു. പക്ഷെ എല്ലാവരും പുരുഷാർത്ഥവും ചെയ്യണമല്ലോ. ചുവട് വെക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ എത്തിച്ചേരും? നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് ആത്മാക്കളും പരമാത്മാവും തമ്മിലുള്ള മിലനമാണ്. ബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് സ്വർഗത്തിന്റെ സമ്പത്ത് നേടാനാണ്. പുതിയ ലോകത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപന പൂർത്തിയായതും വിനാശം ആരംഭിക്കും. ഇത് അതേ മഹാഭാരത യുദ്ധം തന്നെയല്ലേ? ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബ നൽകുന്ന ജ്ഞാനത്തിന്റെ ഖജനാവ് പ്രാപ്തമാക്കാൻ ഓടി ഓടി വരണം. ഇതിലൊരു പ്രകാരത്തിലുമുള്ള ഉപേക്ഷയും പറയരുത്. ബാബയുടെ ഓർമ്മയിൽ 10 മൈൽ നടന്നാലും ക്ഷീണം തോന്നില്ല. 2. വിജയമാലയിൽ വരുന്നതിനുള്ള ആധാരം പഠിപ്പാണ്. പഠിപ്പിൽ പരിപൂർണ ശ്രദ്ധ നൽകണം. മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. മധുരമായ വീടിനെയും മധുരമായ രാജധാനിയെയും ഓർമ്മിക്കണം. വരദാനം: സംഗമയുഗത്തിന്റെ മഹത്വത്തെ അറിഞ്ഞ് ഒന്നിന് എണ്ണമറ്റ ഫലം പ്രാപ്തമാക്കുന്ന സർവപ്രാപ്തി സമ്പന്നരായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ബാബ്ദാദയുടെ പ്രതിജ്ഞയാണ്: 1 കൊടുക്കൂ, ലക്ഷം എടുക്കൂ. സർവശ്രേഷ്ഠ സമയം, സർവശ്രേഷ്ഠ ജന്മം, സർവശ്രേഷ്ഠ ടൈറ്റിൽ എല്ലാം ഈ സമയത്തെയാണ് എന്നതുപോലെ സർവപ്രാപ്തികളുടെയും അനുഭവം ഇപ്പോൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒന്നിന് കേവലം 1,00,000 മടങ്ങല്ല കിട്ടുക, മറിച്ച് എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എന്താഗ്രഹിക്കുന്നുവോ ബാബ സേവകന്റെ രൂപത്തിൽ ബന്ധിതനാണ്. ഒന്നിന് എണ്ണമറ്റ തവണ റിട്ടേൺ ലഭിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വരദാതാവ് തന്നെ താങ്കളുടേതാണ്. എപ്പോൾ ബീജം താങ്കളുടെ കൈവശമാണോ, ബീജം മുഖേന എന്താഗ്രഹിക്കുന്നുവോ അത് സെക്കൻഡിനുള്ളിൽ എടുത്ത് സർവപ്രാപ്തികളാലും സമ്പന്നരായി മാറാൻ സാധിക്കുന്നു. സ്ലോഗൻ: എങ്ങനെയുള്ള പരിതസ്ഥിതിയാകട്ടെ, പരിതസ്ഥിതി മാറിപ്പോകും, പക്ഷേ സന്തോഷം നഷ്ടപ്പെടരുത്. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ, ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏകതയും ഏകാഗ്രതയും ഇവ രണ്ടും ശ്രേഷ്ഠ ഭുജങ്ങളാണ്.
കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ സഫലതയ്ക്ക് വേണ്ടി. ഏകാഗ്രത അർത്ഥം സദാ നിർവ്യർത്ഥ സങ്കല്പം, നിർവികൽപ്പം. എവിടെ ഏകതയും ഏകാഗ്രതയുമുണ്ടോ അവിടെ സഫലത കഴുത്തിലെ മാലയാണ്. വരദാതാവിന് ഒരു ശബ്ദം ഇഷ്ടപ്പെട്ടതാണ്, ഏകവ്രത. ഒരു ബലം, ഒരു വിശ്വാസം, അതിനോടൊപ്പം ഏകമതം. തന്നിഷ്ടമില്ല, പരമതവുമില്ല. ഏകരസം, വേറെ ഒരു വ്യക്തിയുമില്ല, വൈഭവങ്ങളുടെ രസവുമില്ല. ഏകതയും ഏകാന്തപ്രിയവും മാത്രം. ഓം ശാന്തി.